കുഞ്ഞ് വന്നാട്ടെ. വാ, ഇവിടെ വന്നിരിക്കെ. മക്കൾ അങ്ങോട്ടിരിക്കെ. മമ്മായി മോളോട് ഇരുന്നാട്ടെ. ഞാനിപ്പം വരാം. വന്നോടനെ പപ്പ എൻ്റെയും തട്ടിയെടുത്ത് ഇതിനായിരുന്നു അല്ലേ? ഇലക്ട്ര, വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഹെബ്ര ഫെയിൻ്റ് ആയപ്പോൾ എൻ്റെ ഓർമ്മ കിട്ടു. അപ്പോൾ നീ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. എന്നോട് അഭിനയിക്കണ്ട. യു വാണ്ടഡ് ഹിം ടു ഡൈ അല്ലേ? അല്ലേ അല്ലേ പിന്നെ പപ്പ അങ്ങനെ പറഞ്ഞെന്തോ? ഞാൻ എബ്രഹാമിനോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നുവെച്ചാ യു ടോൾഡ് ഹിം ദാറ്റ് പപ്പയ്ക്ക് വയ്യെന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അല്ലയോ? കരുതി കൂട്ടിയാ നിങ്ങൾ. യു മർഡർഡ് ഹിം. ഇലക്ട്ര, ശബ്ദം താഴ്ത്ത്. നീയാ ഇത് ചെയ്തേ. നീ വരുത്തി വെച്ചേ ഇത്. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തിയാ നീ? പറ, ഇതെന്തുവെന്ന് പറ. യു ഡോണ്ട് നോ? എന്താന്ന് പറയാൻ? അത് ഞാൻ ഉറങ്ങാനുള്ള മരുന്നിട്ട് വെക്കുന്ന കുപ്പിയാ. ഇറ്റ്സ് യു. എന്റെ ഉറക്കം കെടുത്തിയ നീ തന്നെ. എല്ലാം വരുത്തി വെച്ച് നിന്റെ ഭ്രാന്തുള്ള മനസ്സ്. യു കിൽഡ് ഹിം ജസ്റ്റ് ദ സെയിം. ഇപ്പൊ എല്ലാം കഴിഞ്ഞു സമാധാനിക്കണ്ട. എനിക്ക് ജീവനുള്ളവരെ വിചാരിക്കണ്ട. രക്ഷപ്പെട്ടു. എഡ്വിനെ വിളിച്ചും വിവരമൊന്നും കിട്ടിയില്ലെന്നാ പറയുന്നേ. യുദ്ധവും കെടുത്തിയൊക്കെ തീർന്നെന്നാ പത്രത്തിലൊക്കെ കണ്ട്. ഏതോ ക്യാമ്പിലേക്ക് പീറ്റർ വിളിച്ചെന്നാ അച്ഛൻ പറഞ്ഞു. എന്തായാലും കൊച്ചൻ വന്നേ പിന്നല്ലേ പറ്റത്തുള്ളൂ. The Tamil Tiger, female soldiers in action in a recent battle against the Sri Lankan army. Most of these women are under 25. Some a cold-blooded terrorist, for others a freedom fighter. Velu Pillai Prabhakaran is dead. നോക്കടയാനാ, The news ends one of the world's longest running അയാളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നത്. Sri Lanka for over 2 decades. Even in death, the LTTE chief is എന്തോ പറയാൻ തുടങ്ങിയ ഒരു നൊടിയിൽ so many questions. നിന്നുപോയ പോലെ. Exactly. The tiger. കുറച്ചു നാളായി ഞാൻ കാണുന്നൊക്കെ ഇതാ. ഒടുക്കത്തെ നിമിഷം മനുഷ്യൻ ബാക്കി വെച്ചും പോകുന്ന എന്തോ ഒന്ന്. ചിലപ്പോ ഒരു സ്വപ്നം, ചിലപ്പോ ഓർമ്മ, അല്ലേ ഒരു വാക്ക്. സ്വന്തം വംശത്തിനോ പാരമ്പര്യത്തിനോ വേണ്ടി കൊല്ലുന്നതും മരിക്കുന്നതും അമരത്തെ സന്തതികൾക്ക് മറ്റാരെക്കാളും നന്നായി മനസ്സിലാവും. അമരത്തെ ചരിത്രത്തിന് കൊലയുടെ മരണത്തിന്റെ മണവ. മതി. You speak a lot about death tonight. I'm glad to see you, Diana. ഇന്ന് നിനക്കെന്തോ ഒരു മാറ്റമുള്ള പോലെ. സുന്ദരിയായിരിക്കുന്നു നീ എന്നത്തേക്കാളും. ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കൊത്തിരി വയസ്സായ കൂട്ട്, ഒരു കണക്കിനും നിനക്ക് ചേരാത്ത പോലെ. I feel like a very old man next to you. Abraham, you must be terribly tired. Tired. That's true. നേടിയും നഷ്ടപ്പെടുത്തിയും ഞാൻ. Papa? വാ, come in. Papa, your favorite jug of water. ഞാൻ മറന്നിട്ടില്ല. ഞാൻ ഇതെടുത്ത് എൻ്റെ മുറി സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. Thank you, my darling.
Papa, Papa, I'm so happy you're here. Mama പറയും ചിലപ്പോൾ ഞാൻ don't believe her. You're the only one I love. Papa looks tired, Electra. He needs rest. ഇനി സമയമുണ്ടല്ലോ എല്ലാം സംസാരിക്കാൻ. Good night. Papa, I forgot to wish you good night, Papa. Good night, sweetheart. Sleep well. Don't. Diana. I'm sorry, Abraham. I didn't mean to. Diana, but I'm just tired, Abraham. സുബഹോല ബോലവറവൽ റൂഹോ കാദീശോ കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായി വിദൂര സ്ഥലമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസമാണെന്നറിഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് ഒരാൾക്ക് മരിക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ടടൂ. പിന്നെ ഈ മരണത്തിൽ അസ്വാഭാവികമായിട്ട് എനിക്കൊന്നും തോന്നിയുമില്ല. അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ വന്നെന്ന് പറയുന്നത് കേട്ടു, കാലത്തെ ജഡവ കാണുന്നെന്ന് വരുമ്പോൾ. അബ്രാമിന് കൊളംബോയിൽ വെച്ചൊരു അറ്റാക്ക് വന്നായിരുന്നെന്ന് ഡയാന ഒരു ദിവസം വന്ന് പറഞ്ഞായിരുന്നു. അവിടുത്തെ ബന്ധം മുറിഞ്ഞ പിന്നാന്നാ കേട്ടെ. അവിടെ നിന്ന് ഏതോ ഡോക്ടറെ കണ്ടായിരുന്നെന്നോ മരുന്ന് കഴിക്കാറുണ്ടായിരുന്നെന്നോ ഒക്കെ അവർ പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തിക്കോണമെന്ന് ഞാനും പറഞ്ഞാ. പിന്നെ അയാൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ദേഹം നോക്കുന്ന പണിയൊന്നും ഇല്ലാത്ത ആളാ. മരുന്നൊക്കെ കഴിച്ചായിരുന്നോന്ന് കർത്താവ് തമ്പുരാനെ അറിയത്തുള്ളൂ. പിന്നെ ഇയാൾ ഇത്രയും കുത്തിച്ചോദിച്ചുകൊണ്ട് പറയുക. വീട്ടിൽ ചെന്ന് ബോഡി കണ്ട പിന്നെ ആരോടും കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഐ ഹാവ് എ സ്ട്രോങ് സസ്പിഷൻ. യെസ്, I do have a strong suspicion. It was love that killed him. That's what. Love made Angela kill him. അവരെ എബ്രാമിൻ്റെ ഭാര്യ, അവർക്കുള്ള മുടിഞ്ഞ സൗന്ദര്യമല്ലേടൂ. കാലം കൂടുന്നതിനെ വീര്യം വയ്ക്കുന്ന വീഞ്ഞുകൂട്ട ആ സ്ത്രീ. എബ്രാമിനെ ആണേ എനിക്ക് ശരിക്കറിയാവുന്നയാ. ശരീരത്തിന് ആയാസം തട്ടിക്കാണും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജം. അയാളുടെ തുറന്ന കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കണ്ടയാ. പ്രേമത്തിൻ്റെ ഒരു മോമെൻറ്റിലാണ് ശ്വാസം നിന്നുപോയെന്ന് തോന്നും. മരണത്തിന് വരാനെ കൊണ്ട് ഇതിനേക്കായി സുന്ദരമായിട്ട് വേറൊരു വഴിയില്ലാന്ന് കൂട്ടിയാൽ മതി.
ഹലോ ഹലോ ആൻറ്റി, താഴേക്ക് വന്നിരുന്നാട്ടെ. ഇവിടെ കയറി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലോ? ഇവിടെ ഇരിക്കില്ലോറ, ഇവിടെ ഇരിക്കേ. നിനക്കറിയാവോ, ഈ കരയിൽ എനിക്കാരെയും വിശ്വാസമല്ല. പക്ഷെ നിന്നെയും നിന്റെ ആങ്ങളെ പീറ്ററിനെ എനിക്ക് വിശ്വാസമാണ്. ഇവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആരെ അമരത്തെ എന്തിനും എനിക്ക് സംശയമാണ്, പേടിയാ. ആൻറ്റി ഇച്ചിരി നേരം കിടക്ക്. മനസ്സിൽ ആദ്യമുണ്ട് ആൻറ്റിക്ക്. കിടക്കാനോ സമാധാനമായിട്ട് ഒരിക്കൽ പോലും അതിനൊത്തിട്ടില്ല. എനിക്കിവിടെ ഉറക്കത്തിൽ പോലും ശല്യം ചെയ്യാൻ പ്രേതങ്ങളുണ്ട്. ഇവിടെ പാരമ്പര്യത്തിൻ്റെയും കടമകളുടെയും പ്രേതങ്ങൾ. ഭാര്യയുടെ കടമ, അമ്മയുടെ കടമ, അപ്പനോടും മകനോടുമുള്ള കടമ, പിന്നെ ചത്തുപോയവരോടുള്ള കടമ. പക്ഷെ എനിക്ക് എന്നോട് തന്നെ ഒരു കടമയും ഇല്ലായിരുന്നു. എനിക്ക് മാത്രമായിട്ട് ഒന്നും. ആൻറ്റി, എൻ്റെ മോനെ എനിക്കുള്ളായിരുന്നു. പക്ഷെ അവനെ കൊളംബോയ്ക്ക് കൊണ്ടുപോയി. സ്വത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേര് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് അവനെ അകറ്റണം. അതായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ. മനസ്സ് കെട്ടുപോലെ. അതാ ഞാൻ പറയുന്നത്. ഇനിയും കിട്ടത്തില്ല എന്നെ എല്ലാം നഷ്ടപ്പെടാൻ. എനിക്ക് വേണം ലോറ, എൻ്റെ മോനെയെങ്കിലും എനിക്ക് വേണം. എന്നെ അറിയാവുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ മോനെ കൊടുക്കത്തുള്ളൂ. ആൻറ്റി പ്ലീസ്. ലോറ, അവന് വേണ്ടി ഞാൻ മനസ്സിൽ കണ്ടുവച്ചേ നിന്നെ. ഇവിടെ നിന്റെ മുഖത്ത് മാത്രമേ ഞാൻ ഇച്ചിരി സ്നേഹം കണ്ടിട്ടുള്ളൂ. മനസ്സിൽ ഞാൻ കരുതി വെച്ചയാ അവന് വേണ്ടി നിന്നെ. ലോറ, എട്ടുവിൻ്റെ പെണ്ണാ നീ. ആൻറ്റി മിണ്ടാതിരിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഇതൊന്നും പറയണ്ട. പക്ഷേ ലോറ, നീ സൂക്ഷിക്കണം. എൻ്റെ ഗതി വരല്ലേ നിനക്ക്. ആൻറ്റി പ്ലീസ്, നമുക്കിതൊക്കെ പിന്നെയും സംസാരിക്കാമല്ലോ. വന്നേ. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നോട്. ഇലക്ട്ര സകലത് നശിപ്പിക്കും. മനസ്സിലായോ നിനക്ക്? എൻ്റെ വയറ്റിൽ പിറന്നേ അവള്. എന്നിട്ടും അവളാ എൻ്റെ എബ്രഹാമിനെ തട്ടിയെടുത്ത് എൻ്റെ എഡുവിനെ പറഞ്ഞയക്കാൻ കൂട്ട് നിന്നതും അവളാ. ഇപ്പൊ ലോറ, നിനക്ക് വിട്ട് തരത്തില്ല എഡുവിനെ അവള്. അതുകൊണ്ടാ പറയുന്നതെന്ന് കൂട്ടിക്കോ. അവൻ വരുമ്പോ മുതൽ നീ നിന്റെ ആങ്ങളോട് പറയണം അവളിൽ നിന്ന് അവനെ മാറ്റി നിർത്താൻ. പിന്നെ എഡു വരുമ്പോ അവനെ കൂട്ടാൻ പോവാൻ പീറ്ററിനോട് നീ പറയണം. അപ്പൊ അവളെ കൊണ്ടുപോകില്ലെന്ന് പറയണം. ശരി ആൻറ്റി.